ഊഷു ഈ സമയത്തെല്ലാം ആകെ വിഷമിച്ച് ഒരു മൂലയ്ക്ക് മാറിയിരിക്കുകയാണ്. അവരുടെ വെഡ്ഡിങ് ഫോട്ടോ ഒക്കെ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ അവൾക്ക് നല്ല വിഷമമാവുന്നുണ്ട്. കൂടുതൽ സമയം അവിടെ ഇരിക്കാതെ അവൾ എഴുന്നേറ്റ് അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ആ ബ്രൈഡ് അവൾക്കെതിരായി ചെല്ലുന്നു. ഷിറാൻ ഇവളെ കണ്ടപ്പോൾ മുതൽ ആകെ ടെൻഷനിലായിരുന്നു. ഇവളിങ്ങനെ ബ്രൈഡുമായി സംസാരിക്കാൻ ചെല്ലുന്നതോട് കണ്ടപ്പോൾ അവൻ്റെ ടെൻഷൻ ഒന്നുകൂടി കൂടുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അവൻ വേറെ കുറച്ച് ആളുകളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നതിനാൽ അവന് ഇവരുടെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അവൾ തൻ്റെ വിവാഹം കലക്കുമോ എന്നാണ് അവൻ്റെ പേടി. പക്ഷേ ഹൂഷുവിന് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നില്ല. അവൾ ബ്രൈഡുമായി വളരെ കാഷ്വലായിട്ടാണ് സംസാരിച്ചത്. ഹൂഷു ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് താനുമായി ബ്രേക്കപ്പ് ആയ ശേഷമാണ് അവൻ ഈ വിവാഹത്തിലെത്തിപ്പെട്ടതെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പെട്ടെന്നൊരു വിവാഹം അറേഞ്ച് ചെയ്തത് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഈ വിവാഹം പെട്ടെന്നാണ് അറേഞ്ച് ചെയ്തതെന്ന് അവൾ എങ്ങനെ അറിഞ്ഞുവെന്ന് ബ്രൈഡ് തിരിച്ചു ചോദിക്കുന്നു. അവൾക്ക് അതിന് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റുന്നില്ല. ഷിറാൻ ഈ സമയം തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ ഒരുവിധം ഒഴിവാക്കിയിട്ട് ഇവർ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് അവരവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ ആകെ വെപ്രാളപ്പെടുന്നു. അവൻ്റെ അമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ വേഗം അമ്മയുടെ അടുത്തെത്തി ഹൂഷു ഇങ്ങനെ എത്തിയിട്ടുണ്ട്, വിവാഹം മുടക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അവളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പറയുന്നു. അതേക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട, അവളെ വിവാഹം മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല, അവളുടെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് അമ്മ അവൾ നിൽക്കുന്ന ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഹൂഷു ഈ സമയം അവിടെയുള്ള വാഷ്റൂമിലേക്ക് പോവുകയായിരുന്നു. അവരും അവൾ അറിയാതെ അവളെ ഫോളോ ചെയ്യുന്നു. ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഹൂഷു വാഷ്റൂമിലെത്തിയത്. കാരണം കുറച്ച് മുമ്പ് ബ്രൈഡുമായി സംസാരിച്ചപ്പോഴാണ് അടുത്ത കാലത്തല്ല അവർ തമ്മിൽ പരിചയപ്പെട്ടത്. അവർ തമ്മിൽ പരിചയമായിട്ട് 1 വർഷത്തിൽ കൂടുതലായിരിക്കുന്നു. അതേപോലെ തന്നെ റിലേഷൻഷിപ്പിലായിട്ട് 6 മാസത്തിൽ കൂടുതലായിരിക്കുന്നു എന്നൊക്കെ അവൾ അറിയുന്നത്. ഷിറാൻ ബാക്കി കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് തനിക്ക് വേണ്ടി ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഇനി അച്ഛൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് വിവാഹം നടത്തിയതാണ് എന്നൊക്കെ ബ്രൈഡ് അവളോട് പറഞ്ഞിരുന്നു. അവൻ അവളുമായി ബ്രേക്കപ്പ് ആയിട്ട് 3 മാസം പോലും ആയിട്ടില്ല. അപ്പോൾ പിന്നെ 6 മാസം മുമ്പ് അവർ റിലേഷനിലായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവൻ തന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നു എന്നാണല്ലോ. അതുകൊണ്ടാണ് ഹൂഷു ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുന്നത്. അവൾക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനിലായിരിക്കുന്നു. ഷിറാൻ്റെ അമ്മ പുറത്ത് ഈ സമയം ഒരു പണി ഒപ്പിക്കുന്നുണ്ട്. അവളെ ആ വാഷ്റൂമിനുള്ളിലിട്ട് അവർ പൂട്ടുന്നു. ഹൂഷു ഇതറിയുന്നതേയില്ല. കുറച്ച് സമയം അവിടെ നിന്ന് കരഞ്ഞ ശേഷം തിരികെ പോകാമെന്ന് കരുതി അവൾ ബാഗിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ആ ടാബും ഡോക്യുമെൻസും ഒക്കെ ആയിട്ട് ഹോട്ടലിൻ്റെ 3ാമത്തെ ഫ്ലോറിലെ കോൺഫറൻസ് റൂമിലേക്ക് ചെല്ലാൻ ഷിയു മെസ്സേജ് ഇട്ടിരിക്കുന്നത് അവൾ കാണുന്നത്. അപ്പോഴാണ് അവൻ ബിസിനസ്സിന് വേണ്ടി തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, ചിലപ്പോൾ ലൈമാൻ്റെ ഓണറുമായി മീറ്റ് ചെയ്യാനായിരിക്കുമോ എന്നവൾ സംശയിക്കുന്നത്. എന്തായാലും തൻ്റെ ഇപ്പോഴത്തെ ഈ വിഷമം ബിസിനസ്സിനെ ഒരു തരത്തിലും ബാധിക്കരുതെന്ന് ഹൂഷുവിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം വിഷമമൊക്കെ ഉള്ളിലൊതുക്കി അവൾ ആ ബാഗുമായി പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ ഡോറിനടുത്തെത്തിയപ്പോഴാണ് ഡോർ തുറക്കാൻ പറ്റുന്നില്ല എന്ന് അവൾ അറിയുന്നത്. ആരെങ്കിലും പുറത്തുണ്ടോ, ഡോറ് തുറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ ബഹളം വയ്ക്കുന്നുണ്ട്. പക്ഷേ പുറത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. ആരും അങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടി ആ സ്ഥലം ഇപ്പോൾ റിപ്പയറിങ്ങിലാണ്, ആരും അങ്ങോട്ടേക്ക് ചെല്ലരുതെന്നുള്ള ബോർഡ് കൂടി ഷിറാൻ്റെ അമ്മ അവിടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹൂഷു ഉടനെ തന്നെ ഷിയുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ഷിയയുമായിട്ടുള്ള മീറ്റിങ്ങിലായിരുന്നത് കാരണം ഈ കോൾ വരുന്നതൊന്നും അറിയുന്നില്ല. അവൻ്റെ കമ്പനിയെ ഡിസൈൻ കോമ്പറ്റീഷനിൽ നിന്ന് ഓൾറെഡി ഔട്ടാക്കിയതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് എന്ന് ഷിയ ആദ്യം തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്. അവൻ ആ ഐലൻഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അതിന് മറുപടി നൽകിയത്. ആ ഐലൻഡ് ശരിക്കും ഒരു വേസ്റ്റ് ലാൻഡാണ് എന്ന് കരുതി ഒരുപാട് ഡിസൈനേഴ്സിനൊക്കെ കോൺടാക്ട് ചെയ്തിട്ടും ആരും അത് ഡിസൈൻ ചെയ്യാൻ തയ്യാറാവാതെ ഒഴിഞ്ഞു മാറിയതാണ്. അങ്ങനെ ഒരു ചലഞ്ച് ആയതുകൊണ്ട് തന്നെ അവൻ അത് ഏറ്റെടുക്കുകയായിരുന്നു. അതിന് കാരണമായ തൻ്റെ മൈൻഡ് സെറ്റൊക്കെ അവൻ പറഞ്ഞപ്പോൾ തൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ ഷിയയ്ക്ക് ഓർമ്മ വരുന്നുണ്ട്. അത് ശരിക്കും ഷിയുവിൻ്റെ അച്ഛനാണ്. അവൻ പിന്നെ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഹൂഷു ഈ സമയമെല്ലാം അവൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നുമില്ല. ഇനി അവിടെ എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ അടുത്തെത്താൻ എന്തായാലും ലേറ്റ് ആവും. അതുകൊണ്ട് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അവൾ തിരയുന്നു. അങ്ങനെയാണ് ഒരു വിൻഡോ തുറന്ന് നോക്കിയപ്പോൾ അതിന് പുറത്തായി വാട്ടർ ടാങ്ക് ഇരിക്കുന്ന അവൾ കാണുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ അവൾ ആ ജനാല വഴി ആ ടാങ്കിന് മുകളിലേക്ക് ഇറങ്ങുന്നു. പക്ഷേ ഇങ്ങനെ ഇറങ്ങുന്ന കൂട്ടത്തിൽ അവളുടെ ഒരു ചെരുപ്പ് ആ റൂമിനുള്ളിലേക്ക് വീണ് പോകുന്നുണ്ട്. അവൾക്കത് എടുക്കാൻ പറ്റുന്നില്ല. അതിനുവേണ്ടി സമയം കളയാതെ അവൾ അതവിടെ കളഞ്ഞിട്ട് അടുത്ത ടാങ്ക് വഴി താഴേക്ക് ഇറങ്ങാനുള്ള ശ്രമം തുടരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അവൾ താഴെ എത്തുന്നുണ്ട്. പക്ഷേ താഴേക്ക് എത്തുന്ന സമയത്ത് മറ്റേ കാലിലുണ്ടായിരുന്ന ചെരുപ്പ് ഒന്ന് സ്ലിപ്പായിട്ട് അവളുടെ കാൽ മടുക്കുന്നു. അങ്ങനെ അവൾ അതും ഊരി കളയുന്നുണ്ട്. കാൽ നന്നായി വേദനിച്ചെങ്കിലും ഒരു വിധത്തിൽ എഴുന്നേറ്റ് അവൾ ചെരുപ്പില്ലാതെ തന്നെ വേഗം അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഓടുന്നു. ഷിയു ഈ സമയം ഷിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവൻ ഈ ഐലൻഡിൻ്റെ കാര്യം ഇപ്പോൾ തന്നോട് പറയുന്നത് എന്തിനാണ്, ഡിസൈൻ കോമ്പറ്റീഷനുമായി അതിനെന്ത് ബന്ധമാണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം റൂൾസിനെ മാത്രം നോക്കി നല്ലൊരു ഡിസൈൻ മിസ്സാക്കുമെന്ന് അവൻ ചോദിച്ചപ്പോൾ അവൻ്റെ ഡിസൈൻ കാണാൻ അദ്ദേഹം തയ്യാറാവുന്നു. പക്ഷേ അത് ഹൂഷുവിൻ്റെ കയ്യിലാണല്ലോ. അങ്ങനെ അവൻ ഫോണെടുത്ത് അവളെ വിളിക്കുന്നുണ്ട്. അവൾ കോൾ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് അവൻ വീണ്ടും ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ അവിടേക്ക് എത്തുന്നു. ചെരുപ്പില്ലാതെ അവളെ ഓടി വരുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റി ചോദിക്കാൻ പറ്റില്ലല്ലോ. അവൾ വേഗം ഫയലൊക്കെ അവൻ്റെ കയ്യിൽ നൽകുന്നു. അവൻ ആ ഡിസൈൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത് ശരിക്കും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മുമ്പ് അവൻ പറഞ്ഞ അവാർഡുകളെ പറ്റിയുള്ള കാര്യത്തെപ്പറ്റി അദ്ദേഹം ചോദിക്കുന്നു. അത് താൻ പറഞ്ഞത് തന്നെയാണെന്ന് അവൻ സമ്മതിക്കുന്നു. പക്ഷേ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർ പറയുന്നത് പോലെയല്ല. ഒരു ആർക്കിടെക്റ്റ് തൻ്റെ കഴിവുകൾ മുഴുവൻ ഉപയോഗിച്ച് ഒരു ഡിസൈൻ തയ്യാറാക്കുമ്പോൾ അതിനൊരു അഭിനന്ദനം എന്ന രീതിയിൽ ജഡ്ജസ്
സമ്മാനം നൽകുന്നതിനെയാണ് താൻ അനുകൂലിച്ച് പറഞ്ഞത്. അങ്ങനെ സമ്മാനം കിട്ടണമെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും അവൻ പറയുന്നു. അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായതോടെ അദ്ദേഹത്തിന് അവനോടുള്ള തെറ്റിദ്ധാരണ മാറുന്നുണ്ട്. ഹൂഷും ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. മുമ്പ് അവനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നോർത്ത് അവളും വിഷമിക്കുന്നുണ്ട്. എന്തായാലും അവൻ്റെ ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ അവർക്ക് പോസിറ്റീവായ രീതിയിലാണ് ഇപ്പോൾ ഷിയോയുടെ സമീപനം. അത് രണ്ടുപേർക്കും പ്രതീക്ഷ നൽകുന്നുണ്ട്. അദ്ദേഹവുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവൻ അവൾക്കൊരു സ്ലിപ്പ് സംഘടിപ്പിച്ച് നൽകുന്നുണ്ട്. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അവളോട് അന്വേഷിക്കുന്നു. പക്ഷേ എത്രയൊക്കെ ചോദിച്ചിട്ടും ഹൂഷു ഒന്നുമില്ല, ഞാൻ അറിയാതെ ഒന്ന് വീണതാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ചെരുപ്പ് എവിടെയാണ് നഷ്ടപ്പെട്ടത്, ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് അവൻ പറഞ്ഞപ്പോൾ വെറുതെ അത് നോക്കി സമയം കളയണ്ടെന്ന് പറഞ്ഞ് അവൾ വീണ്ടും ഒഴിഞ്ഞു മാറുന്നുണ്ട്. ശിവന് ഇതൊന്നും അത്ര വിശ്വാസം വരുന്നില്ല. പക്ഷെ അവൾ പറയാൻ തയ്യാറാവാത്തതുകൊണ്ട് തന്നെ അവൻ കൂടുതൽ അവളെ ഫോഴ്സ് ചെയ്യാൻ നിൽക്കുന്നില്ല. രണ്ടുപേരും കൂടി ഒരു തൂക്കുപാലത്തിലൂടെ കുറിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സമയത്താണ് ഷിയെ കാണുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിനോട് അദ്ദേഹത്തെ കൂടി വെഡ്ഡിങ്ങിന് ഇൻവൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന കാര്യമൊക്കെ ഷിയോ അവളോട് പറയുന്നത്. എന്തായാലും അടുത്ത ദിവസം തങ്ങൾക്ക് ഗുഡ് ന്യൂസ് ലഭിക്കുമെന്നാണ് അപ്പോൾ അവൻ്റെ പ്രതീക്ഷ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന കൂട്ടത്തിൽ ഹൂഷു പെട്ടെന്ന് വീഴാൻ തുടങ്ങുന്നു. അവൻ പെട്ടെന്ന് കയ്യിൽ കയറി പിടിച്ചുകൊണ്ടാണ് അവൾ വീഴാതിരുന്നത്. ഒരുമിച്ച് വിവാഹ സ്ഥലത്തേക്ക് പോകാമെന്ന് അവൻ പറഞ്ഞപ്പോൾ എൻ്റെ ഈ ചെരുപ്പുകൾ കൊള്ളില്ല, ഇത് കണ്ട് അവനുകൂടി നാണക്കേടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് താൻ വരുന്നില്ല, ബോട്ടിനടുത്തായി വെയിറ്റ് ചെയ്യാമെന്ന് അവൾ പറയുന്നുണ്ട്. ഇങ്ങനെ എൻ്റെ നാണക്കേടിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞാൽ അവൻ വീണ്ടും അവളെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ നല്ല ക്ഷീണമുണ്ടായതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. അതോടെ ദൂരോട്ടെങ്ങും പോകരുത്, അവിടെ തന്നെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ അവളെ പോകാൻ സമ്മതിക്കുന്നുണ്ട്. ഹൂഷു ബോട്ടിനടുത്തായി ഒരു സ്ഥലത്ത് പോയിരുന്ന് കരയാൻ തുടങ്ങുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവൾ ഒരിക്കലും ചിന്തിച്ചിരുന്നത് പോലും അല്ലല്ലോ. ഷിയു തിരികെ പോകുന്ന സമയത്ത് ഷിറാൻ്റെ കുറച്ച് കൂട്ടുകാർ ഹൂഷുവിനെ പറ്റി പറയുന്നത് കേൾക്കാൻ ഇടയാവുന്നു. ഹൂഷുവും ഷിറാനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി അറിയാവുന്ന ഫ്രണ്ട്സ് ആയിരുന്നു അത്. അങ്ങനെ അവരുടെ സംസാരത്തിൽ നിന്നും ഷിറാൻ അവളുടെ എക്സ് ആണ് എന്ന് ഷിയുവിന് മനസ്സിലാവുന്നു. അതോടെ അവൻ തിരികെ അവളുടെ അടുത്തേക്ക് തന്നെ പോകുന്നുണ്ട്. ഹൂഷുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുന്ന സമയത്താണല്ലോ ഇവൻ പ്രതീക്ഷിക്കാതെ തിരിച്ചു ചെല്ലുന്നത്. അതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് അത് മറയ്ക്കാൻ പറ്റുന്നില്ല. അവളുടെ എൻഗേജ്മെൻറ്റ് ബ്രേക്ക് ആയതിനെ പറ്റിയൊക്കെ മുമ്പ് ഷിയു അറിഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ അവളുടെ ഒളിച്ചോടിപ്പോയ ആ വരൻ ഷിറാൻ ആയിരുന്നുവെന്ന് അവൻ അവളോട് ചോദിക്കുന്നു. അവനെങ്ങനെ അതറിഞ്ഞുവെന്ന് അവൾ അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. ഞാനിവിടുത്തെ CCTV ചെക്ക് ചെയ്തു, നിന്നെ ആ ബാത്റൂമിൽ പൂട്ടിയിട്ടത് ഷിറാൻ്റെ അമ്മയാണ് എന്ന് അവൻ പറയുന്നു. അതോടെ ഹൂഷു ഒന്നുകൂടി വിഷമത്തിലാവുന്നുണ്ട്. തിരികെ വിവാഹത്തിന് പോകാൻ ഷിയു ഇപ്പോഴും അവളെ ക്ഷണിക്കുന്നു. നീ ഈ ചെരുപ്പിട്ടുകൊണ്ട് വിവാഹത്തിന് വന്നുവെന്ന് പറഞ്ഞ് എൻ്റെ അഭിമാനത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എൻ്റെ കമ്പനിയെ പറ്റിയും നീ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ നിന്നെ ഇത്രയൊക്കെ ദ്രോഹിച്ചവർക്കെതിരെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇവിടെ മറിഞ്ഞിരിക്കാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ കൺഫ്യൂഷനായി നിൽക്കുകയാണ്. എന്തായാലും അവൾ അവൻ്റെ ഒപ്പം തിരികെ പോകുന്നുണ്ട്. അവർ ചെല്ലുമ്പോൾ അവിടെ വിവാഹ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൂഷു പക്ഷേ അതിനടുത്തേക്ക് പോവാതെ പുറകിൽ തന്നെ മുഖം കുനിച്ച് നിന്നതേയുള്ളൂ. ഷിയാൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈ തൻ്റെ കയ്യിലേക്ക് ചേർത്ത് പിടിപ്പിച്ചിട്ട് അവളെയും കൊണ്ട് അകത്തേക്ക് പോകുന്നു. ഈ സമയത്ത് അവിടെ മോതിരം മാറാൻ തുടങ്ങുകയായിരുന്നു. ഹൂഷു അങ്ങോട്ടേക്കും വരില്ലെന്ന് ഷിറാൻ അവൻ്റെ അമ്മ ഉറപ്പ് നൽകിയതായിരുന്നല്ലോ. ഇപ്പോൾ പെട്ടെന്ന് അവൾ തിരികെ വന്നതുകൊണ്ട് ഷിറാൻ ഒന്ന് ഷോക്കാവുന്നു. അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് ആ റിങ് താഴെ വീണ് പോകുന്നു. എങ്ങോട്ടാണ് വീണതെന്ന് ആരും കണ്ടിരുന്നില്ല. അങ്ങനെ എല്ലാവരും തിരയുന്നുണ്ട്. ഈ സമയത്താണ് ഷിയു ഹൂഷുവിനെയും കൊണ്ട് മുന്നിലേക്ക് കയറി ചെല്ലുന്നത്. നടന്നു വന്ന ഹൂഷു മോതിരത്തിൽ തന്നെ ചവിട്ടുന്നുണ്ട്. അങ്ങനെ അത് കണ്ട് അവൾ അത് എടുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഷിയു അതിന് അവളെ സമ്മതിക്കുന്നില്ല. പകരം റിങ് കിട്ടിയെന്ന് ഷിറാനോടായി പറയുന്നു. അങ്ങനെ അവൻ അവളുടെ മുന്നിലേക്ക് വന്ന് അത് അവളുടെ മുന്നിൽ നിന്ന് തന്നെ എടുക്കുന്നുണ്ട്. അവളുടെ കാല് പിടിച്ചതിന് തുല്യമായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ ഹൂഷുവിന് കിട്ടുന്നുണ്ട്. ഷിറാൻ പക്ഷേ അവളെ ശ്രദ്ധിക്കാതെ മോതിരം എടുത്തുകൊണ്ട് പോയി ബ്രൈഡിൻ്റെ കയ്യിൽ അണിയിക്കുന്നു. അങ്ങനെ വിവാഹ ചടങ്ങ് പൂർത്തിയാകുന്നുണ്ട്. ഹൂഷുവും ഷിയുവും ഫ്രണ്ടിൽ തന്നെ പോയി ഇരിക്കുകയും ചെയ്യുന്നു. ബ്രൈഡിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ ഷിറാൻ പറഞ്ഞത് അവളുടെ അച്ഛനും ബ്രൈഡിനുമൊന്നും അത്ര തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരുന്നില്ല. അവരുടെ ഒരു ലെവലിലേക്ക് അവൻ എത്തുന്നില്ല എന്ന സാരം. എന്നാലും എല്ലാവരും തൽക്കാലം കൈയടിക്കുന്നൊക്കെ ഉണ്ട്. വിവാഹമൊക്കെ കഴിഞ്ഞ് പാർട്ടി നടക്കുന്ന സമയത്ത് ഷിറാൻ്റെ അമ്മയുടെ ശ്രദ്ധ മുഴുവൻ അവിടെ കുറച്ചപ്പുറത്തായി നിൽപ്പുണ്ടായിരുന്ന ഹൂഷുവിലായിരുന്നു. ഷിയുവും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയത്താണ് ബ്രൈഡിൻ്റെ അച്ഛൻ ഷിയുവിനെയും ബാക്കിയുള്ള ഗസ്റ്റിനെയും ഒക്കെ ഗ്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. വൈൻ ഗ്ലാസുകൾ തമ്മിൽ ടോസ്റ്റ് ചെയ്തുകൊണ്ട് സൗഹൃദം പുതുക്കാനായിരുന്നു അച്ഛൻ പറഞ്ഞത്. അദ്ദേഹത്തോടും ബ്രൈഡിനോടും ഷിയു അതിന് തയ്യാറാവുന്നുണ്ട്. പക്ഷേ ഷിറാൻ ഗ്ലാസ് മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ അവൻ തൻ്റെ ഗ്ലാസ് പുറകിലേക്ക് മാറ്റിയിട്ട് ഇത് നിനക്ക് ഓക്കെ ആണോ എന്ന് ഹൂഷുവിനോട് ചോദിക്കുന്നുണ്ട്. അത് തന്നെ ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുന്നു. അവൾ ഓക്കെ പറഞ്ഞ ശേഷമാണ് അവൻ ഗ്ലാസ് ഷിറാനുമായി ടോസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് ബ്രൈഡ് ഹൂഷുവിൻ്റെ കാലിൽ കിടക്കുന്ന സ്ലിപ്പേഴ്സ് ശ്രദ്ധിക്കുന്നത്. അവളുടെ ചെരുപ്പ് എവിടെയെന്ന് അവൾ അന്വേഷിക്കുന്നു. ഈ സമയത്ത് ഷിറാൻ അവളെ അവിടെ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചെരുപ്പ് ഈ ഒക്കേഷന് ചേരുന്നതല്ല, അതുകൊണ്ട് അവളെ ആരെങ്കിലും കൂടി അകത്തേക്ക് വിട്ട് മറ്റൊരു ചെരുപ്പ് സംഘടിപ്പിച്ചു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ അമ്മയെ തന്നെ അതിന് ചുമതലപ്പെടുത്തി മുന്നോട്ടേക്ക് അയക്കുകയും ചെയ്യുന്നു. പക്ഷേ ഷിയു അവരെ തടയുന്നുണ്ട്. അവർ കാരണമാണ് ഹൂഷുവിന് ചെരുപ്പ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ചെരുപ്പ് തിരികെ തരാൻ അവൻ അവരോട് ആവശ്യപ്പെടുന്നു. അവർ പക്ഷേ അതിനെപ്പറ്റി അറിഞ്ഞിരുന്നില്ലല്ലോ. എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല എന്നവർ പറഞ്ഞപ്പോൾ അവർ നേരത്തെ അവളെ വാഷ്റൂമിൽ പൂട്ടിയിട്ട കാര്യം അവൻ പറയുന്നു.
അങ്ങനെ എന്തിനാണ് അവരങ്ങനെ ചെയ്തതെന്ന് എല്ലാവരും കൂടി അവരോട് ചോദിക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ വാഷ്റൂം പൂട്ടിയപ്പോൾ അതിനുള്ളിൽ ആള് പെട്ടുപോയതായിരിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. അവർ ശരിക്കും വെഡ്ഡിങ്ങിന് വന്നതാണോ അതോ അവരിവിടുത്തെ സ്റ്റാഫാണോ എന്ന് ചോദിച്ച് ഷിയു അവരെ പരിഹസിക്കുന്നു. അതോടെ അവർക്ക് ഉത്തരം മുട്ടുന്നുണ്ട്. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയപ്പോൾ എന്താണ് പ്രശ്നം, ഹൂഷുവിനെ അവന് മുമ്പ് പരിചയമുണ്ടോ എന്ന് ബ്രൈഡ് ഷിറാനോട് ചോദിക്കുന്നുണ്ട്. ഇതുവരെ മിണ്ടാതിരുന്ന ഹൂഷുവാണ് ഇപ്പോൾ അതിന് മറുപടി പറഞ്ഞത്. 3 മാസങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ അവൻ്റെ ഫിയാൻസി ആയിരുന്നു എന്നവൾ പറയുന്നു. ഇത് കേട്ട് ബ്രൈഡും അവളുടെ അച്ഛനുമൊക്കെ ആകെ ഷോക്കാവുന്നുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥയെന്ന് അവർ ചോദിച്ചപ്പോൾ ഷിറാൻ അവരുടെ മുന്നിൽ നിന്ന് ആകെ ചുറ്റി കളിക്കുന്നു. അവളുമായി ബ്രേക്കപ്പ് ആയ ശേഷമാണ് ശരിക്കുള്ള പ്രണയം കണ്ടെത്തിയത്, അങ്ങനെയാണ് അവളുമായി ഇഷ്ടത്തിലായത് എന്നൊക്കെ അവൻ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഹൂഷു അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. എൻഗേജ്മെൻറ്റ് ദിവസം ബ്രേക്കപ്പായി പോയിട്ട് ഒരു ക്ഷമ പോലും പറയാൻ തയ്യാറാവാതെ ഇത്രയും കാലം ഒളിച്ച് താമസിച്ചതിനും അതേപോലെ തന്നെ 2 ടൈമിംഗ് ചെയ്തതിനും എല്ലാം അവനെ ആക്ഷേപിക്കുന്ന വിധത്തിൽ അവൾ സംസാരിക്കുന്നു. ഇന്നിങ്ങനെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ദൈവത്തിനോട് നന്ദിയുണ്ട്. അതുകൊണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ എന്ന് കൂടി അവൾ പറയുന്നു. ഇത്രയും ആയതോടെ ബ്രൈഡ് നേരത്തെ അവൻ തൻ്റെ വിരലിലണിച്ച മോതിരം ഊരി അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അവൻ്റെ കർണത്തിട്ടൊരെണ്ണം പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ പിന്നാലെ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവളുടെ അച്ഛൻ തടയുന്നു. അങ്ങനെ ആ വിവാഹം അവിടെ കുളമാവുന്നുണ്ട്. ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് ഹൂഷു പുറത്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഷിയു അവൾക്ക് നല്ല ചെരുപ്പ് കൊണ്ട് കൊടുക്കുന്നു. അവളെ കൊണ്ട് ഇടാൻ സമ്മതിക്കാതെ അവൻ തന്നെയാണ് അത് അവളുടെ കാലിൽ ധരിപ്പിച്ച് കൊടുത്തത്. അതിനുശേഷം 2 പേരും കൂടി തിരികെ പോകാൻ തുടങ്ങുന്നു. നേരത്തെ വീണ സമയത്ത് കാലും എടുത്തിരുന്നതിനാൽ ഹൂഷുവിന് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഷിയു നിർബന്ധിച്ച് അവളെ പുറകിൽ എടുക്കാൻ തയ്യാറാവുന്നുണ്ട്. ഹൂഷുവിന് അങ്ങനെ അവൻ്റെ തോളിൽ കയറിയിരിക്കാൻ നല്ല മടിയുണ്ടായിരുന്നു. അവൻ നിർബന്ധിച്ചുകൊണ്ടാണ് അവൾ കയറാൻ തയ്യാറായത്. മുകളിൽ കയറിയിട്ടും അവനെ ചേർത്ത് പിടിക്കാതെ അവൾ അങ്ങനെ ഇരിക്കുകയാണ്. വീഴാതെ പിടിക്കാൻ അവൻ പറഞ്ഞപ്പോഴാണ് അവൾ മുന്നിലേക്ക് കൈകളൊക്കെ ഇട്ട് അവനെ ചേർത്ത് പിടിക്കുന്നത്. മുന്നോട്ട് നടക്കുന്ന കൂട്ടത്തിൽ ഇന്ന് നടന്ന ഈ സംഭവം കാരണം ആ ക്ലയൻറ്റുമായിട്ടുള്ള അവൻ്റെ റിലേഷന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് അവൾ സംശയിക്കുന്നുണ്ട്. ചിലപ്പോൾ പ്രശ്നമുണ്ടായേക്കും എന്ന് അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് വിഷമിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള വേറെ ഡിസൈൻ ഇനിയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് അവൻ പറയുന്നത്. അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റാണ് ഇതുകൊണ്ട് എന്തായാലും സംഭവിക്കാൻ പോകുന്നതെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അത് കേട്ടതോടെ ഹൂഷുവിന് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ 2 പേരും കൂടി ആ കല്യാണവും കുളമാക്കിയിട്ട് തിരികെ പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.